പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഈ വചനവും ഇന്ന് നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്ന യേശുവിനെ മുന്നിൽ കണ്ട് ഓടണമെന്ന്. ഞാനിങ്ങനെ പറയുന്ന നേരത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, സമാധാനത്തോടെ ഇരിക്കുവാൻ. യേശുവിന്റെ ജീവിതത്തിനകത്തുള്ള സകലതും പൂർത്തീകരിക്കുവാൻ ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിനെ ആ ഫുൾഫിൽമെന്റിൽ എത്തിച്ചെങ്കിൽ അതേ ആത്മാവ്, തിരുവചനം പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് അവൻ ജീവൻ പ്രദാനം ചെയ്യും. അതേ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അസൈൻമെന്റ് ദൈവം പൂർത്തിയാക്കാൻ പോകുന്നു. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ തുടങ്ങിയ ഒരു വിഷയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു വിഷയത്തിൽ തളർന്നു പോയവരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സങ്കീർത്തനം 138:8 ഇങ്ങനെ പറയുന്നു, എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. ഈ സമയങ്ങളിൽ ഇത് എന്റെയോ നിങ്ങളുടെ കഴിവിനാൽ മുന്നോട്ട് പോകുന്നതല്ല. നമ്മളെ വിളിച്ച ദൈവം, നമ്മുടെ പിതാവായവൻ, നമ്മുടെ കർത്താവായ യേശു വിശ്വസ്തനായിരിക്കുന്നതിനാൽ നമ്മളെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയെല്ലാം വഴിമുട്ടിപ്പോയോ അവിടെയെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. 400 വർഷത്തെ അടിമത്തത്തെ പൊട്ടിക്കുവാൻ ഒരു വിക്കന്റെ ശബ്ദത്തെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, അവനെ പ്രവാചകനായി ഉപയോഗിച്ചുവെങ്കിൽ, അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. കാരണം തിരുവചനം പറയുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റാൻ പോകുന്നു. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു വിഷയം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വഴിയിലിട്ടിട്ട് പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു. ഗാഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.